ഈ ബിദഈ പ്രസ്ഥാനങ്ങളുടെ കടന്നുകയറ്റത്തെ തടയാൻ എത്രത്തോളം സമസ്തയ്ക്ക് സാധിച്ചിട്ടുണ്ട്? ഒരുപാട് സാധിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല, ബിദഈ പ്രസ്ഥാനം വഹാബിസം മാത്രമല്ല, പിന്നെ ജമാഅത്ത് ഇസ്ലാമി വരുന്നു, തബ്ലീഗ് ജമാഅത്ത് വരുന്നു, അങ്ങനെ പലതും വരുന്നുണ്ട്. പല തരീക്കത്തുകൾ വരുന്നു. അതൊക്കെ തന്നെ തടയിടാൻ സമസ്തയ്ക്ക് ഒരുപാട് സാധിച്ചിട്ടുണ്ട്. ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ഇറങ്ങാൻ സമ്മതിച്ചില്ല നമ്മൾ പറയൽ. ഭൂമിയിൽ അവരെവിടെ ഇല്ല. തിരഞ്ഞാൽ ഒന്ന് രണ്ട് സ്ഥലത്ത് വന്ന് ഇപ്പോൾ ചേന്നമംഗലൂർ ചെന്നാൽ കുറച്ച് കാണാം, പിന്നെ അവിടെ നിന്ന് തിരുവൂർക്കാട് എത്തണം. അങ്ങനെ ഒറ്റപ്പെട്ട ഏതോ ഗ്രാമങ്ങളിലൊക്കെ മാത്രം ആദിവാസി രാഷ്ട്രീയ ശക്തിയല്ലേ ഇപ്പോൾ രാഷ്ട്രീയ ശക്തി എന്നൊന്നും പറഞ്ഞൂടാ. രാഷ്ട്രീയ ശക്തി എന്ന് പറഞ്ഞാൽ അവർ തന്നെയാണ് ജമാഅത്ത് ഇസ്ലാം, അവർ തന്നെയാണ് രാഷ്ട്രീയക്കാരും. അല്ല, ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടിയാണ് ശരിക്ക്. അവർ രാഷ്ട്രീയ ശക്തിയാണ്, അവരൊരു സാമ്പത്തിക ശക്തിയാണ്. അവരിപ്പോൾ മുസ്ലിം സമുദായത്തിനിടയിൽ വലിയ പ്രചാരണങ്ങളൊക്കെ, അവർ കൊണ്ടുവരുന്ന അജണ്ടകൾ മുസ്ലിങ്ങൾക്കിടയിൽ വലിയ പ്രചാരണം നേടുന്നുണ്ട്. അതായത് അതൊക്കെ അവരുടെ തരികട. അതായത് ഇസ്ലാമികമായ ഒരു നിയമവും പാലിക്കാതെയാണ് അവർ സമ്പത്ത് ഉണ്ടാക്കുന്നത്. അവർക്ക് പലിശയില്ല. അതേ പ്രകാരം സക്കാത്ത്, ബൈത്തു സക്കാത്ത് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം അവർക്ക് കൂട്ടായിട്ട്, അതായത് സക്കാത്ത് പിരിച്ചുകൊണ്ട് അവരുടെ പാർട്ടി നടത്തുക. ശരിക്കും സക്കാത്ത് എന്ന് പറയുന്നത് ഓരോ മുസ്ലിം സമ്പത്തിൻ്റെ പരിധി എത്തിയ ആൾക്കാർ അവർ നിർവഹിക്കേണ്ട, നിസ്കാരം നിർവഹിക്കുന്നത് പോലെ, നോമ്പെടുക്കുന്നത് പോലെ നിർവഹിക്കേണ്ട ഒരു നിർബന്ധ ഘടക. ഇസ്ലാം കാര്യം 5 അതിൽപ്പെട്ട ഒന്നാണ്. അതില്ലെങ്കിൽ മുസ്ലിം ആവില്ല എന്നർത്ഥം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള നിർബന്ധ സക്കാത്തുകൾ കൊടുക്കേണ്ട ആൾക്കാർ ആരാണെന്ന് ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇന്നമസ്സദഖാത്തുൽ ഫുഖറാഇൽ മസാകിൻ എന്ന് പറഞ്ഞ് 8 കൂട്ടർ പറഞ്ഞിട്ടുണ്ട്. അത് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ഫുഖറാ, ഫക്കീർ എന്ന് പറഞ്ഞാൽ ദരിദ്രൻ, മിസ്കീൻ എന്ന് പറഞ്ഞാൽ അർദ്ധ ദരിദ്രൻ, ഇങ്ങനെ ഇവരൊക്കെ എണ്ണീട്ടുണ്ട്. അങ്ങനെ പട്ടിണി കിടക്കുന്ന ആൾക്കാർ, ദരിദ്രരായിട്ട് അവശത അനുഭവിക്കുന്ന ആൾക്കാരൊക്കെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഇസ്ലാം ഈ സക്കാത്ത് വെച്ചിരിക്കുന്നത്. ഈ സക്കാത്തിൻ്റെ ഫണ്ടാണ് ഇവർ പിരിച്ചിട്ട് അവർ പത്രം നടത്തുന്നത്, അവരുടെ മീഡിയ വൺ നടത്തുന്നു, അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ കാര്യങ്ങളും നടത്തുന്നു. അതുപോലെ തന്നെ മുജാഹിദ് പ്രസ്ഥാനങ്ങൾ, ഇപ്പോൾ KNM ആണെങ്കിലും വിസ്റ്റം ഗ്രൂപ്പ് ആണെങ്കിലും അങ്ങനെ ധാരാളം മുജാഹിദ് പ്രസ്ഥാനങ്ങൾ, വഹാബി പ്രസ്ഥാനങ്ങളും ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ തടയാൻ പറ്റി, സ്വാധീനം വർദ്ധിക്കുകയല്ലേ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ? അവരെ തടയാന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്ന് പറയുന്ന സമസ്തക്കാരായ ആൾക്കാർ വളരെ സജീവമാണ്. ഇന്ന് കേരളത്തിൽ നിങ്ങൾ നോക്കൂ, എത്ര മഹല്ലുകളുണ്ട്, എത്ര മദ്രസകളുണ്ട്, എത്ര സ്ഥാപനങ്ങളുണ്ട്. ഇതൊക്കെ സുന്നത്ത് ജമാഅത്ത് സമസ്തൻ്റെതാണ്, അതിലൊരു സംശയമില്ല. അവർ തന്നെ സമ്മതിക്കും. നമ്മൾ ചിലപ്പോൾ ചില വിഷയത്തിനൊക്കെ, പൊതുവിഷയത്തിനൊക്കെ ഒരുമിച്ച് കൂടുമ്പോൾ ഞങ്ങൾക്ക് 500 മദ്രസയിൽ എന്നൊക്കെ പോലും പറയും. അതുകൊണ്ട് സമസ്ത തന്നെയാണ് ഇതിന് മുന്നിൽ നിൽക്കേണ്ടതെന്ന് അവർ തന്നെ പറയാറുണ്ട്. അപ്പോൾ ആ നിലക്ക് നമ്മളുടെ മെജോറിറ്റിയെ സംബന്ധിച്ചിടത്തോളം അവർ തന്നെ അംഗീകരിച്ച് തരുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. നിങ്ങൾ ചാനലുകാരും പത്രക്കാരൊക്കെ അതൊക്കെ മനസ്സിലാക്കുന്ന സംഗതിയാണല്ലോ. നാട്ടിലൊക്കെ നടന്നു നോക്കി, ഒരു മദ്രസ ഇല്ലാത്തൊരു ഗ്രാമം, സമസ്തയുടെ മദ്രസ ഇല്ലാത്തൊരു ഗ്രാമമല്ല. ഇവരൊരു മദ്രസ, മുജാഹിദാവട്ടെ ജമാഅത്താവട്ടെ, ജമാഅത്തിനില്ല ഒരു മദ്രസ കാണാൻ എത്ര സഞ്ചരിക്കണം നോക്കേണ്ടി. സമസ്ത എന്തുകൊണ്ടാണ് രാഷ്ട്രീയ ശക്തിയായിട്ട് മാറാൻ ശ്രമിക്കാതിരുന്നത്? പല വിഷയങ്ങളിലും സമസ്തയ്ക്കിപ്പോൾ മുസ്ലിം ഉമ്മത്തിൻ്റെ സംരക്ഷണമൊക്കെ ഏറ്റെടുക്കണമെങ്കിൽ ഒരു രാഷ്ട്രീയ ശക്തി കൂടി ആവിത്തീരേണ്ടതില്ലേ? ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിക്ക് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് രാഷ്ട്രീയം നമ്മൾ ചിന്തിച്ചിട്ടില്ല. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിൻ്റെ വഴി വേറെയാണ്. അത് ഇന്നത്തെ രാഷ്ട്രീയത്തിൽ നമ്മൾ ഇറങ്ങിയാൽ നമ്മുടെ മതത്തിൻ്റെ സംഗതിയൊക്കെ ചില തീരുമാനങ്ങൾ വരും. രാഷ്ട്രീയമാകുമ്പോൾ പലതിലും ഇറങ്ങേണ്ടി വരും. നമ്മൾ ശുദ്ധമായി എന്ന് പറഞ്ഞില്ലേ, പ്രവാചകൻ്റെ കാലത്ത് കൊണ്ടുവന്ന ഇസ്ലാം ആ രൂപത്തിൽ ജനങ്ങളിൽ അവതരിപ്പിക്കാനാണ് ഇതുണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൽ രാഷ്ട്രീയവുമായി കൂടിക്കലരുമ്പോഴേ അതിൻ്റെ പരിധികളൊക്കെ വിട്ട് മറ്റൊടുത്ത് കടക്കേണ്ടി വരും. അത് ചില മതരാഷ്ട്രീയ സംഘടനകളെ സംബന്ധിച്ചിടത്തോളം നമുക്കിപ്പോൾ അത് പറയാനുണ്ടല്ലോ. ഈ മതത്തിൻ്റെ സംരക്ഷണത്തിന് തന്നെ പലപ്പോഴും മതത്തിൻ്റെ, ശരീഅത്തിൻ്റെ, സുന്നത്തിൻ്റെയൊക്കെ സംരക്ഷണത്തിന് സമസ്തയ്ക്ക് ഇറങ്ങേണ്ടി വരുന്നുണ്ട്. അപ്പോൾ സമസ്ത നേരിട്ട് ഇറങ്ങുന്നതിന് പകരം സമസ്തയുടെ രാഷ്ട്രീയ പാർട്ടിയെ വേണമെങ്കിൽ ആ രംഗത്തേക്ക് ഇറക്കി വിടാമായിരുന്നു, രാഷ്ട്രീയ ശക്തി ഉണ്ടെങ്കിൽ. അത് വേണ്ട, എല്ലാ രാഷ്ട്രീയക്കാരും നമ്മളോട് സഹകരിക്കുന്നുണ്ട്. നമ്മളിപ്പം മാറി വരുന്ന ഭരണകൂടങ്ങളോടൊക്കെ നമ്മൾ നല്ല നിലക്കാണ് സഹകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്ത് ഭരിക്കുന്ന ഭരണക്കാരെ നമ്മൾ അനുകൂലിക്കുന്നുണ്ട്. ഏത് ഭരണക്കാരാണെങ്കിലും അവർ നമ്മളോട് സഹകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. സഹകരിക്കാതെ വരുന്ന സമയത്ത് അതിൻ്റെതായ റൂട്ടുകൾ ഞങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ സംഗതികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പൊരുതുന്നുമുണ്ട്.